ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മനുലാൽ. ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു ഫീച്ചർ ഫോൺ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. റിയൽമിയുടെ ഡിസോ സ്റ്റാർ 500 എന്ന ഈ ഒരു ഫീച്ചർ ഫോണാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ പ്രായമായ ആൾക്കാർ കാണും. അവർക്കൊക്കെ ഒരു പക്ഷേ നമ്മൾ ചെറുപ്പക്കാരെ പോലെ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കത്തക്ക സാങ്കേതിക പരിജ്ഞാനം ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയത് ഇത്തരം കീപാഡുകളുള്ള ഫീച്ചർ ഫോൺസ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫീച്ചർ റിച്ച്ഡ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു റിയൽമിയുടെ ഡിസോ സ്റ്റാർ 500 എന്ന ഈ ഒരു ഫീച്ചർ ഫോൺ. അപ്പോൾ ഇതിന് ഏകദേശം 2000 രൂപ മാത്രമാണ് വില വരുന്നത്. നമുക്കറിയാം, റിയൽമി എന്ന് പറയുന്നത് ഒരു പേരെടുത്ത കമ്പനിയാണ്. അപ്പോൾ അവർ ഡിസോ എന്ന ബ്രാൻഡ് നെയിമിൽ ധാരാളം ഫീച്ചർ ഫോൺസ് ഇറക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു മോഡലാണ് ഈ ഒരു ഡിസോ സ്റ്റാർ 500. ബ്ലാക്ക്, സിൽവർ, ഗ്രീൻ എന്നീ 3 കളർ വേരിയൻസിലാണ് ഈ ഒരു ഫീച്ചർ ഫോൺ വരുന്നത്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. വീട്ടിലുള്ള പ്രായമായിട്ടുള്ള മാതാപിതാക്കൾക്ക് നല്ല ഒരു ഫീച്ചർ ഫോൺ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഫോൺ ചൂസ് ചെയ്യാം. വളരെ നല്ല ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലിപ്കാർട്ട് ബൈയിങ് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഈ ഒരു ഫീച്ചർ ഫോണിൻ്റെ ഒരു അൺബോക്സിങ്ങും ഓവർവ്യൂ വീഡിയോയുമാണ് ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇനി ഒട്ടും സമയം കളയാതെ തന്നെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസോ സ്റ്റാർ 500ൻ്റെ ബോക്സ്. ഈ ബോക്സിൻ്റെ സൈഡിലായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാം 2.8 ഇഞ്ച് ഡിസ്പ്ലേ, അതുപോലെ 1900 mAh ബാറ്ററി, അതുപോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഇതൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നീട് ഈ ഭാഗത്തേക്ക് വന്നാൽ 5 ലോക്കൽ ലാംഗ്വേജസ്, അതുപോലെ 1000 കോൺടാക്ട്സും 200 മെസ്സേജും ഇതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സ്ട്രിപ്പ് ടോർച്ച് ലൈറ്റ് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വളരെ നല്ല ഒരു ബോക്സ് പാക്കാണ്. സത്യത്തിൽ ഈ ഒരു ബോക്സിൻ്റെ അൺബോക്സിങ് കഴിഞ്ഞതാണ്. അതായത് ഫ്ലിപ്കാർട്ടിൻ്റെ ഡെലിവറി ബോയ് വന്നപ്പോൾ അവർ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തതാണ്. നമ്മൾ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് തന്നെയാണോ വന്നിരിക്കുന്നത്, അതല്ല അതിലെന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് തിരികെ എടുക്കാൻ വേണ്ടിയാണ് അവർ ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത് ഓപ്പൺ ചെയ്തതാണ് ഈ ഒരു ബോക്സ്. എന്തായാലും നമുക്ക് ഒന്നുകൂടി ഇത് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൊബൈൽ ഇവിടെ ഇരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസോ മൊബൈൽ. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. വേറെ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് നോക്കാം. ഇതിൽ ബാറ്ററി വരുന്നുണ്ട്. അതായത് ഒരു 1900 mAh കപ്പാസിറ്റി വരുന്ന ബാറ്ററിയാണ്. ലിഥിയം അയൺ ബാറ്ററിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ വരുന്നത് ഈ ബേസിക് ചാർജറാണ്. പിന്നീട് വരുന്നത് ഈ ഒരു യൂസർ മാനുവലാണ്. അപ്പോൾ യൂസർ മാനുവലിൽ ഇതിൻ്റെ ഫോൺ ഓവർവ്യൂ, സിം ആൻഡ് മൈക്രോ SD കാർഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് കാണാം. മെനു ഫങ്ഷൻസ് ഒക്കെ നമുക്കിതിൽ കാണാം. ഇതൊരു ഡുവൽ സിം കാർഡ് മൊബൈൽ ഫോണാണ്. അതുപോലെ മൈക്രോ SD കാർഡ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഇതിൽ FM റേഡിയോ ഉണ്ട്. അതുപോലെ കാൽക്കുലേറ്റർ, മൈ ഫയൽസ്, മൾട്ടിമീഡിയ. ഇതാണ് ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ ഡോക്യുമെൻറ്റേഷൻ. ഇനി വേറൊന്നും തന്നെയും ഈ ബോക്സിനകത്ത് വന്നതായിട്ട് കാണുന്നില്ല. ഇതിൽ ഹെഡ്സെറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി മൊബൈലിലേക്ക് നേരെ വരാം. അപ്പോൾ ഇതിന് പ്ലാസ്റ്റിക് ബിൽഡാണ് വരുന്നത്. ഡിസോ എന്ന അവരുടെ ബ്രാൻഡിങ് ഇവിടെ നമുക്ക് കാണാം. ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ പറയുകയാണെങ്കിൽ, താഴെയായിട്ട് ഇവിടെ USB ജാക്ക് വരുന്നുണ്ട്. അതുപോലെ ഇതിന് അടുത്ത് ഹെഡ്ഫോൺ ജാക്കുണ്ട്. പിന്നെ ഒരു മൈക്രോഫോണുണ്ട്. പിന്നീട് മുകൾ വശത്തായിട്ട് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് കാണാനായിട്ട് കഴിയും. അതെങ്ങനെയാണ് ഓൺ ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഈ മൊബൈലിൽ എന്തായാലും നമുക്ക് ബാറ്ററി ഇൻസേർട്ട് ചെയ്തിട്ട് ഇതൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. ഞാനിത് ബാറ്ററി ഇടാനായിട്ട് തുറക്കുകയാണ്. ഇതിൻ്റെ ക്യാമറ വെച്ചിരിക്കുന്ന ഈ ഒരു ഭാഗമൊക്കെ കാണാൻ നല്ല രസമുണ്ട്. വളരെ വലിപ്പത്തിലാണ് ഇത് കാണുന്നത്. ഇതിനുള്ളിൽ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ സ്പീക്കറും ഒരു ഫ്ലാഷ് ലൈറ്റും നമുക്ക് കൊടുത്തിരിക്കുന്നതായി കാണാം. അതുപോലെ ഈ ബാറ്ററി കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് നമുക്ക് 2 സിം കാർഡ് ഉപയോഗിക്കാമെന്ന് കാണുന്നു. അതുപോലെ ഇവിടെ ഒരു മൈക്രോ SD കാർഡും ഉപയോഗിക്കാനായിട്ടുള്ള സ്ലോട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ മൊബൈലിൻ്റെ പിൻഭാഗം.
എന്തായാലും നമുക്ക് ബാറ്ററി കൂടി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ബാറ്ററി നമുക്കിടാം. ഞാനത് ഓൺ ചെയ്യുകയാണ്. ലോങ് പ്രസ് ചെയ്യുക. ഇവിടെയാണ് ഡിസോ എന്നുള്ള എഴുതി കാണിച്ചിരിക്കുകയാണ്. അതുപോലെ ഇതിൽ ഡേറ്റ് സെറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നു. ഞാനിപ്പോൾ ഡേറ്റ് സെറ്റ് ചെയ്യുന്നില്ല, ബാക്ക് അടിക്കുകയാണ്. ഡേറ്റും ടൈമും ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞതാണ്. ഇവിടെയായിട്ട് മെയിൻ മെനു നമുക്ക് കാണാം. ഇത് കീപാഡ് ഫോണായതുകൊണ്ട് ഇതിൽ ടച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ടച്ച് ചെയ്ത് മെനു എടുക്കാം. കോൾ ലോഗ് കാണാം, അതുപോലെ കോണ്ടാക്ട്സ്, ഓഡിയോ, മൾട്ടിമീഡിയ, അതുപോലെ മെസ്സേജിങ്, ക്യാമറ, മൈ ഫയൽസ്, FM റേഡിയോ, കാൽക്കുലേറ്റർ, ഗാലറി, സെറ്റിങ്സ്, ടൂൾസ്, ഇങ്ങനെ പല കാര്യങ്ങൾ വരുന്നുണ്ട്. മുകളിലായിട്ട് ഇതിൻ്റെ സ്പീക്കർ കാണാം, കോള് അറ്റൻഡ് ചെയ്യാനുള്ള സ്പീക്കർ. ടൂൾസിൽ വരികയാണെങ്കിൽ നമുക്ക് വേൾഡ് ക്ലോക്ക്, കലണ്ടർ, അലാം, ടോർച്ച്. ഇവിടെ ടോർച്ചും സ്ട്രിപ്പ് ലൈറ്റിൻ്റെ ഒക്കെ ഓപ്ഷനുണ്ട്. അതുപോലെ ബ്ലൂടൂത്ത് ഓപ്ഷൻ ഇവിടെ കാണാം. ലൈറ്റ് സ്ട്രിപ്പ് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഓൺ എന്നുള്ള ഇത് ഇവിടെ ഓക്കെ ചെയ്ത് കൊടുത്താൽ അത് ലൈറ്റ് കത്തിക്കഴിഞ്ഞു. അപ്പോൾ അതങ്ങനെ അതിൻ്റെ ഓപ്ഷൻ നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തു ബാക്കിലേക്ക് വരാം. ടോർച്ച് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ കൊടുക്കുക, ഓൺ പ്രസ് ചെയ്യുക. ഓക്കെ, ഇത് മൊബൈലിന് പിന്നിലുള്ള ഫ്ലാഷ് ലൈറ്റ് ഓണായി നിൽക്കുന്നത് കാണാം. ഞാനിപ്പം ഓഫ് ചെയ്യുകയാണ്. ബാക്ക് വരുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു. പിന്നെ സെറ്റിങ്സിൽ നമ്മൾ പോവുകയാണ്. ഫോണിൻ്റെ സെറ്റിങ്സ് ഇവിടെ ചെയ്യാം. അതുപോലെ ഡിസ്പ്ലേ ഓപ്ഷൻസ് ഉണ്ട്. കോൺട്രാസ്റ്റ് കുറച്ച് വയ്ക്കണമെങ്കിൽ അത് അതിലേക്ക് വന്നിട്ട് കോൺട്രാസ്റ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇങ്ങനെ ഒരു സാധാരണ ഫീച്ചർ ഫോണിന് വേണ്ട എല്ലാ ഫങ്ഷൻസും ഇതിലുണ്ട്. ഇതൊരു സാധാരണ ഫീച്ചർ ഫോൺസിനെ അപേക്ഷിച്ച് വലിയ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അതായത് ഒരു 2.8 ഇഞ്ച് ഡിസ്പ്ലേ ആണ്, വലിയ ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമ്മുടെ പാരൻസിനൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാനൊക്കെ പറ്റും. ഓരോ കാര്യങ്ങളൊക്കെ കാണാനും ഇതിലെഴുതിയിരിക്കുന്ന ഓരോ ടെക്സ്റ്റുകളൊക്കെ കണ്ട് വായിക്കാനും ഒക്കെ വളരെ പ്രയോജനകരമാണ് ഇത്രയും വലിയ ഡിസ്പ്ലേ അവർ കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിൽ ക്യാമറ വരുന്നത് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ക്യാമറ ഒരു ബേസിക് ക്യാമറ ക്വാളിറ്റി എന്നേ പറയാൻ കഴിയത്തുള്ളൂ. അത് ക്യാപ്ചർ ചെയ്തിരിക്കുന്നു. സേവ് കൊടുക്കുക. അതെങ്ങനെയാണ് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി. ഇങ്ങനെയാണ്. എന്തായാലും നമ്മൾ കൊടുക്കുന്ന പൈസയുടെ മൂല്യത്തിനനുസരിച്ചുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫോണാണ് ഇത്. നമുക്ക് ഒരു സെക്കൻഡറി ഡിവൈസായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പ്രൈമറി ആയിട്ട് ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഒരു സെക്കൻഡറി ഡിവൈസ് എന്നുള്ള രീതിക്ക് ഈ ഒരു ഫോണ് നമുക്ക് ഉപയോഗിക്കാം. ഇത് പോക്കറ്റിലൊക്കെ വളരെ ഈസി ആയിട്ട് ഇട്ടുകൊണ്ട് പോകാൻ കഴിയുന്ന ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഫോണാണ്. വളരെ പോർട്ടബിളാണ്, വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള എൻ്റെ അൺബോക്സിങ് ആൻഡ് ഓവർവ്യൂ വീഡിയോ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുകയാണ്. ഇഷ്ടമായെങ്കിൽ ഞാൻ പതിവായി പറയാറുള്ളത് പോലെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്തുകൊണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അത്തരം സപ്പോർട്ടാണ് തുടർന്നും എനിക്ക് ഇത്തരം പ്രയോജനകരമായിട്ടുള്ള വീഡിയോകൾ ചെയ്യുവാൻ പ്രചോദനമായി തീരുക. എൻ്റെ ഓഡിയൻസിന് അവർക്ക് ജീവിതത്തിൽ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ചെയ്യുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള വീഡിയോ കണ്ടന്റ്സാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ തുടർന്നും അത്തരം ടെക് സംബന്ധിയായിട്ടുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഇറ്റ്സ് മീ മനുലാൽ സൈനിങ് ഔട്ട്. ബൈ.